നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായിട്ടുള്ള ശാന്തിയും സമാധാനവും സന്തോഷവും എപ്പോഴും നിലനിർത്താൻ സാധിക്കുന്ന ആ ഒരു പെർഫെക്റ്റ് സ്റ്റേറ്റിലേക്ക് ഉയരാൻ, ഫൈനൽ വേർഷനിലേക്ക് ഉയരാൻ, ഫൈനൽ വേർഷനിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവാൻ മനസ്സിൻ്റെ റെഗുലേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ മനസ്സിൻ്റെ റെഗുലേഷനുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് മെഡിറ്റേഷൻ, ധ്യാനം. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ്റെ സ്റ്റെപ്സ്, അതോടൊപ്പം തന്നെ ശരീരം റിലാക്സ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്തു. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടാകുന്നത് ചിന്തകൾ വരുന്നു എന്നതാണ്. നമ്മൾ ഇന്ദ്രിയങ്ങൾ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രത അവസ്ഥയിൽ ചിന്തകൾ നമ്മളെ ഒരുപക്ഷെ അത്ര അലട്ടിയെന്ന് വരില്ല. കാരണം നമ്മൾ ആക്റ്റീവാണ്, നമ്മുടെ ബോഡി അപ്പാരറ്റസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മൾ വിഡ്രോ ചെയ്തിട്ട് കണ്ണടച്ചിരിക്കുമ്പോൾ ഈ ചിന്തകൾക്ക് പുറത്തേക്ക് പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് അത് ഉള്ളിൽ തന്നെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുവരെ നമുക്കൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവാത്ത കാര്യങ്ങൾ കൂടി പെട്ടെന്ന് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് പലരും മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറാവാത്തത്. കണ്ണുകൾ അടച്ചിരിക്കാൻ പേടിയാണ് എന്ന് പറയും, ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. എപ്പോഴും എല്ലാവരെയും കൂടെ ഇങ്ങനെ ഇരിക്കുക, ഒരു മനസ്സമാധാനം. കാരണം മനസ്സിലിങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തിയിൽ വ്യാപൃതയായിരിക്കുക. പക്ഷെ അങ്ങനെ അല്ലാത്ത കാലം വരില്ലേ? നമ്മൾ വയ്യാതെ കിടക്കുന്ന ഒരു സമയം ആലോചിച്ച് പോകും. നമ്മൾ എപ്പോഴും കൂടെ ഇരിക്കാനും സംസാരിക്കാനും ആൾക്കാരുണ്ടാവില്ല, നമുക്ക് പ്രവർത്തിക്കാനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ചിന്തകളെ ഡീൽ ചെയ്യേണ്ട സമയം വരും. ഇത് മാത്രമല്ല, നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ പുറത്തേക്ക് പോകാൻ പറ്റാത്ത ചിന്തകൾ ഉറക്കത്തിന് തടസ്സമായി നിൽക്കുന്നു. ഈ ചിന്തകളുടെ സ്രോതസ്സ് എവിടെയാണ്? എവിടെ നിന്നാണ് നമുക്ക് ഈ ചിന്തകൾ വരുന്നത്? ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമ്മൾ മുമ്പേ ചിന്തിച്ച ചിന്തകൾ, അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ്സ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ്, അത് നമ്മുടെ ഉള്ളിൽ മെമ്മറീസായിട്ട് കിടക്കുന്നു. അപ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട്, അതിൻ്റെ ആഴം അനുസരിച്ചിട്ട് അത് നമ്മളെ കൂടുതൽ അലട്ടും. ഇപ്പോൾ ഒരു VIP വീട്ടിലേക്ക് കടന്നു വരികയാണെന്ന് ആലോചിച്ച് പോകും. അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, വീട്ടിൽ വൃത്തിയില്ല. അപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യുക? പൊടിയൊക്കെ തട്ടിയിട്ട് ഒരു മൂലയ്ക്കിടും, അല്ലെങ്കിൽ കാർപ്പറ്റിൻ്റെ അടിയിലേക്ക് ഇടും. പൊടി എവിടെയും പോയിട്ടില്ല, ആ കാർപ്പറ്റ് അങ്ങോട്ട് മാറ്റിയാൽ പൊടിയൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരും. ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചിന്തകൾ നമ്മൾ ഉള്ളിലേക്ക് തന്നെ ഇറക്കി വയ്ക്കുകയാണ്, അതവിടെ കിടക്കണം. അതിൽ ഏറ്റവും പ്രോബ്ലം ഉണ്ടാകുന്ന ചിന്തകൾ കുറ്റബോധത്തിൻ്റെ ചിന്തകളാണ്. ഗിൽട്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത സമയത്ത് ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു. ഈ കുറ്റബോധം ഉള്ളിൽ അലട്ടിക്കൊണ്ടേയിരിക്കും. അത് പ്രായമാവും തോറും അതിൻ്റെ പ്രകടനം, എക്സ്പ്രഷൻ കൂടിക്കൂടി വരും. അപ്പോൾ ആ കുറ്റബോധം തീർക്കാനാണ് പലരും തീർത്ഥാടനങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ നടത്തുന്നത്. ചാരിജി മഹാരാജ് സഹജമാർഗത്തിലെ മാസ്റ്റർ പറയാറുണ്ടായിരുന്നു, ഓർബിച്ചറി കോളം മരണാനന്തരം ഫോട്ടോ ഇടും ന്യൂസ് പേപ്പേഴ്സിൽ. അതിൻ്റെ വലിപ്പം കൂടുന്തോറും അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുറ്റബോധം കൂടിക്കൂടി ഇരിക്കുകയാണ്. വേണ്ട സമയത്തൊന്നും ചെയ്തില്ല, പേരൻസിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയില്ല. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ ഉള്ളിലെ കുറ്റബോധം പോവില്ല. അതുകൂടാണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ്, ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് വളരെ ഇഷ്ടമായി, അത് നേടണം എന്നുള്ളൊരു ആഗ്രഹം, അപ്പം അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഒരു ഐഡിയ ആയിരിക്കാം, ഒരു സാധനമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, അത് അവോയ്ഡ് ചെയ്യാനുള്ള ശ്രമം. പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല, ദേഷ്യം കാണിക്കാൻ പറ്റില്ല, വെറുപ്പ് കാണിക്കാൻ പറ്റില്ല, പക്ഷേ ഉള്ളിൽ അതുണ്ട്. അത് നമ്മുടെ മുഖത്ത് ചിലപ്പോൾ പ്രകടമാവുകയും ചെയ്യും.
ഇല്ലെങ്കിൽ സ്വപ്നത്തിൽ വരും, ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതിനുള്ള ഒരു ഫീൽഡ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇതിനാണ് നമ്മൾ സബ് കോൺഷ്യസ് എന്ന് പറയും. ബോധമായിട്ട് എക്സ്പ്രസ് ചെയ്യാത്ത ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ 95% നയിക്കുന്നത് ഉപബോധ മനസ്സാണ് എന്നാണ് പറയുന്നത്, സയൻസ് തന്നെ പറയുന്നത്. നമ്മളറിയാത്തൊരു ഉപബോധ മനസ്സുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ സെൽസ്, ഓർഗൻസ് നടത്തുന്ന പ്രവൃത്തികൾ നമ്മളതിനെപ്പറ്റി ബോധം തന്നെ ഇല്ല. എങ്ങനെയാണ് ഇൻറ്റസ്റ്റൈൻ വർക്ക് ചെയ്യുന്നത്, ലങ്സ് വർക്ക് ചെയ്യുന്നത്, ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കണ്ണ് വർക്ക് ചെയ്യുന്നത്, വായ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ അറിയില്ല. അതങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം അതിൻ്റേതായിട്ടുള്ള അത് ഓട്ടോമാറ്റിസം എന്ന് പറയും. അപ്പോൾ അത് അൺകോൺഷ്യസ് ആയിട്ട് സബ് കോൺഷ്യസ്. അതിൻ്റെക്കാളും മുകളിലാണ് ഈ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള ഈ തരത്തിലുള്ള ഇമോഷണൽ ഇംപ്രഷൻസ് എന്ന് പറയും. സഹജമാർഗത്തിൽ മുദ്രണങ്ങൾ എന്ന് പറയും. അത് കൂടുതൽ ആഴത്താകുമ്പോൾ അതിൻ്റെ സംസ്കാരങ്ങൾ എന്ന് പറയും. കർമ്മഫലങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആഴത്തിലുള്ള ഈ തരത്തിലുള്ള മെമ്മറീസ്, അത് നമ്മുടെ ടെൻഡൻസി ആവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടാണ്ടിരിക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇഷ്ടപ്പെടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആഗ്രഹം അടിച്ചമർത്താൻ പറ്റുന്നില്ല. മുൻവിധികളുണ്ടാവും. ചില ആൾക്കാരെ നമുക്ക് ഇഷ്ടമല്ല, ചില സാധനങ്ങൾ നമുക്ക് ഇഷ്ടമാണ്, ചില സ്ഥലങ്ങളിൽ ജീവിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്. അപ്പം അത് ഒരളവ് വരെ നമുക്ക് നല്ലതാണ്. നമ്മുടെ ജീവിതം ഈ തരത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചതോ കോളേജിൽ പഠിച്ചതൊക്കെ നമ്മൾ ബോധ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് പ്രാക്ടിക്കലായിട്ട് ഉപയോഗമുണ്ട്. പക്ഷേ അത് നമ്മുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സമായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രശ്നമാണ്. അപ്പോൾ മെഡിറ്റേഷൻ സമയത്ത് നമ്മൾക്ക് ഇത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നു. നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്രോതസ്സിലേക്ക് മനസ്സിനെ കണക്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ അവിടെ ഒരു ശുദ്ധീകരണം ആവശ്യം വരികയാണ്, ഒരു ക്ലീനിങ് നമുക്ക് വേണ്ടി വരികയാണ്. ഇപ്പോൾ പണ്ടത്തെ ലാൻറ്റേൺ വിളക്കുണ്ട്, ചിമ്മിനി വിളക്കുണ്ട്. അതിൽ പുക മൂടിക്കഴിഞ്ഞാൽ വെളിച്ചം പുറത്തേക്ക് വരില്ല. അത് തുടയ്ക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം, ഒരു മണ്ണെണ്ണ നിറച്ച പാത്രം, അങ്ങനെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്ക് പാല് വാങ്ങണം എന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പ്രാവശ്യം പാത്രം കഴുകണം. നമ്മുടെ തുണി, ചളി പിടിച്ചിട്ടുള്ള തുണി നമ്മൾ സോപ്പിട്ട് വൃത്തിയാക്കി കഴുകണം. എന്നിട്ട് വേണം വെയിലത്തിട്ട് ഉണങ്ങാൻ. ഇപ്പോൾ ചാരുജി മഹാരാജ് പറയാറുണ്ട്, ഈ തുണി സോപ്പിട്ട് കഴുകുന്നത് നമ്മൾ തന്നെ ചെയ്യണം. അത് സൂര്യൻ ചെയ്യില്ല, പ്രകൃതി ചെയ്യില്ല. ഇവിടെ നമ്മുടെ ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ട്. അതിന് ശേഷം വേണം വെയിലത്തിട്ട് ഉണക്കാൻ. അപ്പോൾ വെയിലത്ത് ഉണക്കാൻ നമുക്ക് പണിയേണ്ട, സൂര്യൻ ഉണക്കിക്കോളും. അതുപോലെ ശുദ്ധീകരണം ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രവൃത്തിയാണ്. നമ്മളാണ് അതവിടെ ഇട്ടിരിക്കുന്നത്, സബ് കോൺഷ്യസ് മൈൻഡിൽ. അത് നമ്മൾ ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശുദ്ധീകരണം ചെയ്യുക? ഒരു ചെറിയൊരു സെഷൻ നമുക്കിപ്പോൾ നടത്താം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയും ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ നമുക്കിത് ഡെപ്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ, പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർട്ട്ഫുൾനെസ്സിൽ ഇൻട്രൊഡക്ടറി സെഷൻസ്, മെഡിറ്റേഷൻ സെഷൻസ് ഹാർട്ട്ഫുൾനെസ് ട്രെയിനേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ചെയ്യണം. അല്ലെങ്കിൽ ഹാർട്ട്ഫുൾനെസ് എന്നുള്ള ആപ്പുണ്ട്. ഹാർട്ട്ഫുൾനെസ് HEARTFULLNESS അല്ലെങ്കിൽ HeartSapp HEARTSAPP HeartSapp. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഇൻട്രൊഡക്ടറി സെഷൻസ് നടത്താൻ സാധിക്കും. അതേക്കുറിച്ച് കൂടുതൽ പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ നമുക്ക് ശുദ്ധീകരണം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മെഡിറ്റേഷനും ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. എല്ലാ സ്ഥൂലതകളും മാലിന്യങ്ങളും സങ്കീർണതകളും മാലിന്യങ്ങളും അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് ആൻഡ് കോംപ്ലക്സിറ്റീസ് ശരീരത്തിൽ നിന്നും വിട്ടുപോവുകയാണ് എന്നുള്ള സങ്കല്പം. അപ്പോൾ അതെങ്ങനെയാണ് പോകുന്നത്? പുകയുടെ രൂപത്തിൽ പോകുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ എല്ലാ ഇംപ്യൂരിറ്റീസ് ആൻഡ് കോംപ്ലക്സിറ്റീസും പുകയുടെ രൂപത്തിൽ ശരീരത്തിൻ്റെ പുറം ഭാഗം, അതായത് തലയുടെ മുകൾ വശം തൊട്ട് നട്ടെല്ലിൻ്റെ താഴ്വശം വരെയുള്ള ഭാഗത്തുകൂടെ
പുകയുടെ രൂപത്തിൽ പുറത്തേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. മെഡിറ്റേഷൻ മാതിരി പാസീവ് അല്ല, നമ്മുടെ ശ്രദ്ധ വേണം. അത് പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു അറ്റൻഷൻ നമുക്കവിടെ വേണം. അപ്പോൾ എല്ലാ ഇമ്പ്യൂരിറ്റീസും കോംപ്ലക്സിറ്റീസും പുകയുടെ രൂപത്തിൽ ശരീരത്തിൻ്റെ പുറം വശത്തു കൂടെ അതിവേഗത്തിൽ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹൃദയത്തിൽ ഒരു ലാഘവത്വം അനുഭവിക്കാൻ തുടങ്ങും. ദിവ്യസ്രോതസ്സിൽ നിന്നും ദിവ്യപ്രവാഹം ഹൃദയത്തിലേക്ക് വന്ന് നിറയുന്നതായി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് ഒഴുകുന്നതായും അനുഭവിക്കും. അപ്പോൾ രണ്ട് പ്രക്രിയ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുകയാണ്. എല്ലാ ഇമ്പ്യൂരിറ്റീസും കോംപ്ലക്സിറ്റീസും പുകയുടെ രൂപത്തിൽ ശരീരത്തിൻ്റെ പുറം ഭാഗത്തുകൂടെ അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിലേക്ക് ദിവ്യസ്രോതസ്സിൽ നിന്നും ദിവ്യപ്രവാഹം വന്ന് നിറയുകയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് പ്രവഹിക്കുകയും അതോടൊപ്പം തന്നെ ഈ ശുദ്ധീകരണത്തിൽ സഹായിക്കുന്നതായും അനുഭവിക്കണം. അപ്പം ഇങ്ങനെ ഏകദേശം 20-25 മിനിറ്റ് ചെയ്യണം. അപ്പോൾ ശരീരം പരിപൂർണമായിട്ടും പരിശുദ്ധമായ ഒരു അനുഭവം ഉണ്ടാവും. ശരീരം പരിശുദ്ധമായ ക്ഷേത്രമായി എന്നുള്ള സങ്കല്പം, അതാണ് ശുദ്ധീകരണത്തിൻ്റെ അവസാനം. അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് സെൻറ്ററിങ് ചെയ്യാം. മെഡിറ്റേഷനിൽ ചെയ്യുന്ന പോലെ തന്നെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കുക. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. ഓക്കെ, ആ കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് തീർച്ചയായും ഡയറിയിൽ എഴുതി വയ്ക്കണം. ഏതെങ്കിലും ഒരു നല്ല ഒരു ചിന്ത വായിക്കുക, പുസ്തകമെടുത്ത് വായിക്കുക, വളരെ നല്ലതാണ് കണ്ടീഷൻ നിലനിർത്താൻ. ഈ കണ്ടീഷനോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് പ്രവേശിക്കാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.